കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചായിരുന്നു നുകങ്ങളെപ്പറ്റി ചിന്തിപ്പാനായിട്ടിടയായി തീർന്നു. Last week we were able to think about yokes. സ്തോത്രം. ആ ഭാഗം മറ്റൊരു വിഷയം സംസാരിക്കാനായിട്ടാണ് ഞാൻ ആ ഭാഗം വായിച്ചത്. I read that portion because I wanted to talk about another portion. എന്നാൽ മറ്റൊരു നിലയിൽ ആ ശുശ്രൂഷ പോകുവാനിടയായി തീർന്നു. But last week God guided the ministry to another level. ചേരേണ്ടതുമായിട്ട് നാം ചേരണം. We should be yoked with what we should be yoked. ആ 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14-ാമത്തെ വാക്യം അതിന്റെ ഒന്നുകൂടെ വായിച്ചാട്ടെ. Can we read 2 Corinthians 6:14? നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോരു ചേർച്ച. 17 വരെ വായിക്കുന്നേ. വെളിച്ചത്തിന് ഇരുളോട് എന്തോരു കൂട്ടായ്മ. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായ എന്ത് ഓഹരി. ഒരു 3-4 ചോദ്യങ്ങളുണ്ട്. എന്തൊരു ചേർച്ച? There are a couple questions. What match? എന്തൊരു കൂട്ടായ്മ? What fellowship? എന്തൊരു പൊരുത്തം? What harmony? എന്ത് ഓഹരി? What portion? സ്തോത്രം. ഒരു ചോദ്യം ചോദിക്കുകയാണ് വിശ്വാസിക്ക് അവിശ്വാസി ദൈവമക്കളോട് ചോദിക്കുകയാണ്. കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്ക് ലോകവുമായിട്ടുള്ള ബന്ധം എന്താണ്? God is asking the children of God, what is your relationship with the world? സ്തോത്രം. എല്ലാം കൂടെ ഒന്നിച്ചു പോകാൻ പറ്റത്തില്ല. Everything cannot go together. വിശുദ്ധനായിരിക്കണം. Righteous will be righteous. ആത്മീകനായിരിക്കണം. Spiritual man will be a spiritual man. നാം കേട്ടതുപോലെ ദൈവരാജ്യ പ്രവേശനം എളുപ്പമല്ല. The entrance into the kingdom of God is not easy. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് സ്നാനപ്പെട്ടത് കൊണ്ട് സഭയ്ക്കകത്ത് വന്ന ഒറ്റ കെയറോഫിൽ നിത്യത എത്തത്തില്ല. Just because you are baptized, you have been saved, or because you are in church, you will not go to heaven. ദൈവം തരുന്ന സമയ പരിധിക്കകത്ത് ഒരുക്കപ്പെടണം, വിശുദ്ധീകരിക്കപ്പെടണം, നമ്മളെ ഏൽപ്പിച്ച വേല തികയ്ക്കണം. In the meantime that God has given you, you should be sanctified, you should be made holy. Only then will you be going into heaven. Praise the Lord. അതുകൊണ്ട് 17-ാമത്തെ വാക്യം പറയുന്നു, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. So the 17th verse says, be separate from them and make yourself ready. ദൈവ മക്കൾ ദൈവ സഭ ആത്മികർ വേർപാട് പാലിക്കണം. The spiritual ones should follow separation. ദൈവം വെറുക്കുന്നതിനെ വെറുക്കാൻ കൃപ വേണം. You should have the grace to hate what the Lord hates. ദൈവ ഇഷ്ടം ചെയ്യാൻ ഒരു മനസ്സ് നമുക്ക് വേണം. You should have the heart to do what God loves. അതുകൊണ്ട് ദൈവഹിതമല്ലാത്ത എല്ലാത്തിൽ നിന്നും ബൈ പറയാൻ സഭ തയ്യാറാകണം. You should have the courage to say bye-bye to whatever God hates. ഒരു പക്ഷെങ്കിൽ അപ്പനോ അമ്മയ്ക്കോ മാതാപിതാക്കൾക്കോ പാസ്റ്റർക്കോ കാണാനോ അറിയാനോ കഴിയത്തില്ല. പക്ഷെങ്കിൽ ഉന്നതനായ ദൈവത്തിന് കണ്ണുണ്ട്. അതുകൊണ്ട് വിട്ടുപോരേണ്ടതിന് വിട്ടുപോരാൻ തയ്യാറാകണം. Maybe your parents, your pastor, your leader may not be able to see, but there is a God that sees everything. So you should be able to honor that eye of the Lord and be able to come out from it. അങ്ങനെ വിട്ടുപോയാൽ മാത്രമേ അവിടെ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. If you're able to separate yourselves, it says, then I shall be your father and you shall be my sons and daughters. ദൈവം കൈക്കൊള്ളണമെങ്കിൽ ലോകവുമായി പാപവുമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർക്ക് കർത്താവിനെ കൈക്കൊള്ളാൻ കഴിയത്തില്ല. God cannot accept those who are in partnership with the world and with sin. അതുകൊണ്ട് വിട്ടുപോരണം. So you should break free from it. സ്റ്റോപ്പ് ചെയ്യേണ്ടതിനെ സ്റ്റോപ്പ് ചെയ്യണം. You should stop what should be stopped. കട്ട് ചെയ്യേണ്ടതിനെ കട്ട് ചെയ്യണം. You should break loose what should be broken loose. കാരണം ഇത് വിശുദ്ധിയുടെ മാർഗ്ഗമാണ്. Because this is a way of righteousness. ഇത് നിത്യജീവന്റെ മാർഗ്ഗമാണ്. It is a way of eternal life. നമ്മുടെ ദൈവം വിശുദ്ധനാകിയാൽ നമ്മൾ വിശുദ്ധരായിരിക്കണം. Because our God is holy, we should be holy. We must be holy. കോംപ്രമൈസ് ചെയ്ത വിശ്വാസിയെ ദൈവത്തിന് വേണ്ട. God does not want a believer that compromises with everything. ജീവിക്കുകയാണെങ്കിൽ അഭിമാനത്തോടെ ദൈവകൃപയോടെ വില കൊടുത്ത് ജീവിക്കാൻ തയ്യാറാകണം. If you are living, you should live with pride and be able to say no to the world. ഞായറാഴ്ച ഇവിടെ ആരാധനയും ബാക്കിയുള്ള 7 ദിവസം ലോകവുമായി കണക്റ്റഡ് ആണെങ്കിൽ ദൈവത്തിന് നിങ്ങളെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. If you're connected with God on Sunday and for the rest of the 6 days you're away from God, God cannot accept that. ദൈവം മാക്സിമം ടൈം തരും. God gives the maximum time മടങ്ങി വരുവാൻ, for you to come back, മാനസാന്തരപ്പെടുവാൻ, for you to receive salvation, നിന്റെ തീരുമാനത്തെ പുതുക്കുവാൻ, to renew your decision. പാപ
വഴിയെ വിടുവാൻ to leave your way of sin. ദൈവം മാക്സിമം ടൈം തരും. God gives you the maximum amount of അത് time. ദൈവം നിന്നെ സ്നേഹത്തോടെ മാടി And God വിളിക്കുകയാണ്. is calling you back with love. അതിന്റെ അകത്ത് നീ അനുസരണം കാണിച്ചാൽ If you obey, ചില ഡിസിഷൻ എടുക്കേണ്ട സമയത്തെടുക്കണം. you have to take some decisions when it should be taken, ഞാൻ കഴിഞ്ഞ നിങ്ങൾ ഓർപ്പിച്ചു നീ അധികം ദൈവത്തെ സ്നേഹിക്കണം. so that you may love God more. കർത്താവിനെ അധികം സ്നേഹിക്കണം. Love God more. നീ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തയ്യാറാകണം. Please God. പ്രിയരെ, അല്പസമയം നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. We're only here for a limited ഞാൻ time. എപ്പോഴും പറയാറ് ഒന്നി കർത്താവിന്റെ വരവ് അല്ലെ നമ്മുടെ മരണം ഇത് ഏത് സമയത്തും സംഭവിക്കും. We say that either the coming of Christ or our death, one of these will happen any ഇത് time. ഏത് സംഭവിച്ചാലും ധൈര്യത്തോടെ ലജ്ജ കൂടാതെ പിതാവിന്റെ മുൻപിൽ നിൽക്കണമെങ്കിൽ നീ ഒരുക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. Either of those happens, you should be ready for the coming or for your death. അതുകൊണ്ട് രണ്ടും കൂടെ നടക്കത്തില്ല. So both of them cannot happen. ഒന്ന് നീ വിശുദ്ധനായിരിക്കണം, Either you are holy, അല്ലെങ്കിൽ അശുദ്ധനായിരിക്കണം. otherwise you should be unholy. Praise the Lord. ഒന്ന് നീ ആത്മീകനായിരിക്കണം, Either be a righteous and spiritual person ഒന്ന് നീ ജഡീകനായിരിക്കണം. or be a man of flesh. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്നി ശരിക്ക് കൊണപ്പെട്ട് മാനസം നന്നായിട്ട് ആരാധിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, ഇല്ലെങ്കിൽ ശരിക്ക് പോയി നശിക്കണം. I've said this before. Either you come to God and be fully in God, otherwise leave. Praise the Lord. രണ്ടും കൂടെ നടക്കത്തില്ല. You cannot do both. അതുകൊണ്ടാണ് പറയുന്നത് ഇണയില്ല പിണ കൂടരുത്. That is why it said, do not be yoked with the unyoked. പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കാൻ. Holy Spirit should lead you. നമ്മുടെ മേലുള്ള മുഖം ദൈവാത്മാവിന്റെ ആയിരിക്കണം. The yoke that should be on us should be from the Holy Spirit. ലോകത്തിലെ മുഖമാണെങ്കിൽ അവൻ നിന്നെ വലിച്ചു കൊണ്ടുപോകും. If it is the yoke of the world, he will pull you away. നിനക്ക് ഇഷ്ടമല്ലെങ്കിലും ആഗ്രഹമില്ലെങ്കിലും ഈ മുഖമുള്ളിടത്തോളം കാലം അവൻ നിന്നെ ദൈവഹിതം അല്ലാത്തതിലോട്ട് നിന്നെ നയിക്കും. As long as you have the yoke, whether you like it or not, the devil will pull you away. അവന് പരിശുദ്ധാത്മാവിന്റെ മുഖത്തിലോട്ട് കയറി വരുവാൻ ഇന്ന് പകൽക്കാലം മനസ്സോടെ വിട്ടുകൊടുക്കുക. നീതിയുള്ള വഴി, ചൊവ്വയുള്ള വഴി, തികവുള്ള വഴിയിലൂടെ ആത്മാവിനെ നടത്തുവാനിടയായി തീരും. Amen. So give yourself up to be led and guided by the yoke of the Holy Spirit today. സ്വതന്ത്രം വചനത്തിനകത്ത് ദൈവത്തിന് ഞാൻ ഇടപെട്ട ഒരു ഭാഗം പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. I want to bring forward a words that has touched me. ഒന്ന് രാജാക്കന്മാർ 18-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിച്ചു. 1 Kings 18:21. സ്തോത്രം. ഏലിയാവ് തന്റെ ജനത്തോടൊരു ആഹ്വാനം കൊടുക്കുകയാണ്, നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാലുവെക്കും? Here Elijah is telling to the people of God, for how long shall you have two opinions? രണ്ട് അഭിപ്രായങ്ങൾ, two opinions, രണ്ട് ആഗ്രഹങ്ങൾ, two desires. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുകയാണ്, ചില ഡിസിഷൻ എടുക്കേണ്ട സമയമായി. This is the time to take some decisions. നമുക്കറിയാം, ആഹാബ് ഇസബേലും കൂടെ ജനത്തെ ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ്. We know this is the time when Ahab and Jezebel are ruling the people. ആ കാലഘട്ടത്തിൽ ക്ഷാമത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. They are going through famine. വെള്ളമില്ല, ആഹാരമില്ലാത്ത ക്ഷാമമാണ്. There's no water and no food. അപ്പോൾ തന്നെ അതിലും വലിയ ക്ഷാമമാണ്, ആത്മീക വരൾച്ചയും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. But not only that, they are going through a dryness in the spiritual realm. നന്നായിട്ട് ദൈവം ആരാണെന്നും ആരാധിക്കേണ്ടത് ആരെയാണെന്നും ദൈവത്തിന് നന്മ അനുഭവിച്ച ജനം എന്താ സംഭവിച്ച? ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കുകയും യഹോവ ദൈവം എന്ന് പറയുകയും ചെയ്യും. A people who served God, who stood for the righteousness of God, has now bowed their knees before Baal. Praise the Lord. ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തുടങ്ങി. And they have been continuing it. അവിടത്തെ രസവും വേണം, ദൈവത്തിന്റെ കൃപയും വേണം. They want the pleasures as well as the grace of God. ഇത് രണ്ടും കൂടെ പോകത്തില്ല. That cannot happen. അതുകൊണ്ട് ഒരു ആഹ്വാനം കൊടുക്കുകയാണ്. So Elijah is giving them an encouragement. ഒരു തീരുമാനം നീ എടുക്കണം. You have to take a decision. എന്താണ് ആ തീരുമാനം? What is the decision? ഒന്നുകിൽ നീ ദൈവത്തെ സേവിക്കണം, Either you serve God ഇല്ല നീ ബാലിനെ സേവിക്കണം. or serve Baal. ഇത് രണ്ടും കൂടെ ഇനിയും പോകത്തില്ലെന്ന്. Both of them cannot go hand in hand. ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ. You must take a decision. Praise the Lord. Praise the Lord. ഇരു തോണിയിൽ കാല് വെക്കരുത്. You cannot put both foot on both boats. മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് കൃപ പ്രാപിച്ച് അഭിഷേകത്തിന് പുതുക്കത്തിൽ നടക്കണം. Either you live in the righteousness that you are called to be in,
ഇല്ലെങ്കിൽ നീ ദൈവകൃപ വിട്ടുപോകണം. or leave the grace of God. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? What can you do? Praise the Lord. ആത്മീയ മുടന്ത് ബാധിച്ച ഒത്തിരി പേരുണ്ട്. There are people who are spiritually limp. അവർക്ക് നേരെ നടക്കാൻ പറ്റത്തില്ല. They cannot walk properly. അവർ തിരിഞ്ഞു വളഞ്ഞു നടക്കത്തുള്ളൂ. They are walking in crooked ways. എത്ര പറഞ്ഞാലും കേൾക്കാൻ പറ്റത്തില്ല. No matter how many times you tell them, they cannot ക്ഷമയെ listen. പരീക്ഷിക്കരുത്. Do not test the patience of God. സ്നേഹത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ അത് നീ പരീക്ഷിക്കരുത്. മറുതലിച്ച് നിൽക്കരുത്. ഒന്ന് ഏറ്റു പറഞ്ഞാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. ഒന്ന് സമ്മതിച്ചാൽ കരുണ ലഭിക്കുന്ന വിഷയമേ ഉള്ളൂ. ഒന്ന് ഹൃദയം തുറന്ന് കരയാൻ മനസ്സ് വെച്ചാൽ മടക്കി വരുത്തുന്ന വിഷയമേ ഉള്ളൂ. എന്തിന് താമസിക്കുന്നു? ഇരു തോണിൽ കാല് ചവിട്ടാതെ ഒരു ഉറച്ച തീരുമാനം ദൈവിക വിഷയത്തിൽ എടുപ്പാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. Today I encourage you, do not test the patience of God, but come and repent and live a holy life. Praise the Lord. ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാകട്ടെ. Take some decisions today. എടുക്കേണ്ടതുപോലെ എടുത്തില്ലെങ്കിൽ വലിയ പരാജയം സംഭവിക്കും. If you do not take the decision that should be taken, you will end up in failure. ചോദിക്കുന്ന ചോദ്യമാണ് സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാല് വെക്കും? For how long will you have two opinions? സമയങ്ങളായി മാസങ്ങളായി വർഷങ്ങളായി. It's been days, it's been months, it's been years. ഒരു മാറ്റം ജീവിതത്തിനകത്തില്ല. There's no change in their lives. അവരങ്ങനെ തന്നെ തുടരുകയാണ്. They're continuing in that same way. സ്തോത്രം ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കും, മറുവശത്ത് യാഗപീഠത്തിന് മുൻപിൽ വന്ന് ആരാധിക്കുകയും ചെയ്യും. They bow their knees before Baal, and on the other hand they come and worship God. യാക്കോബ് പറയുന്നു, ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലെല്ലാം അസ്ഥിരനാകുന്നു. James say that a person who is double-minded is unstable in all his ways. ഒരു നിശ്ചയം നമുക്കുണ്ടായിരിക്കണം. We should have a strong decision. ആത്മീയ വിഷയത്തിൽ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം, കാഴ്ചപ്പാടുണ്ടായിരിക്കണം. You should have an assurance about spiritual things. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെ പറ്റി നിങ്ങൾക്കൊരു ഭാരം ഉണ്ടായിരിക്കണം. You should have a burden about your spiritual life. എനിക്ക് പ്രാർത്ഥിക്കണം. I want to pray. എനിക്ക് വചനം ധ്യാനിക്കണം. I want to meditate on the word of God. കൃപയിൽ വളരണം. I want to grow in the grace of എനിക്ക് God. ദൈവത്തെ പ്രസാദിപ്പിക്കണം. I want to please God. എൻ്റെ ജീവിതം കഴിയുന്നതിന് മുമ്പ് അങ്ങയുടെ വേല ചെയ്യണം. Before my life ends, I want to fulfill your word. ഒരു ആത്മാവിനെ എങ്കിലും എനിക്ക് നേടണം. I at least want to win a soul. നിങ്ങളുടെ ആത്മീയ വിഷയത്തെ പറ്റി നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. You should have a vision for your spiritual life. ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്ന് പാടിയിട്ട് കാര്യമില്ല. It's not about coming and singing on a Sunday morning. എല്ലാവരും വന്നതുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. It's not because everyone's coming, you are coming. നിങ്ങളുടെ ലക്ഷ്യം എന്താ? What's your goal? യൗവനക്കാരെ, കുഞ്ഞുങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം എന്താ? What's your goal, young people? ആത്മീയ വിഷയത്തിലുള്ള നിങ്ങളുടെ സ്വപ്നം എന്താ? What's your desire about your spiritual life? താല്പര്യം എന്താ? What's your interest? നിങ്ങൾ ഈ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? I hope you're listening. നമ്മളെല്ലാവരും പറയും ദൈവഹിതം പോലെ എന്ത് ചെയ്തിട്ട്. എനിക്ക് ഒരു ആഗ്രഹമില്ല ദൈവഹിതം പോലെ. We all say, let God's will be done. I do not have any desire. Praise the Lord. നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. We should have a goal. ഇരു മനസ്സ് വലിയ അപകടമാണ്. Double-mindedness is a huge danger. ഒന്നുകിൽ സകലതും വിട്ടിട്ട് കർത്താവിനെ മാത്രം അനുഗമിക്കണം. Either leave everything and follow God. ദൈവഹിതമല്ലാത്ത എല്ലാറ്റിനെയും നീ മനഃപൂർവ്വം പൈ പറയാൻ തയ്യാറായാൽ, ആ തീരുമാനമെടുത്താൽ ദൈവമെന്നുള്ള ദൈവ മഹത്വം പിന്നെ വെളിപ്പെടുകയായി തീരും. If you have the courageousness to take the decision to say bye-bye to the world, God will honor you. ദൈവവചനത്തിലൂടെ ദൈവദാസന്മാരിലൂടെ പരിശുദ്ധാത്മാവ് പലവട്ടം കുറവുകൾ വെളിപ്പെടുത്തിയിട്ടില്ലേ, പോരായ്മകൾ വെളിപ്പെടുത്തിയിട്ടില്ലേ, എവിടെയാ വീണ് കിടക്കുന്ന വെളിപ്പെടുത്തിയിട്ടില്ലേ. എന്റെ പൊന്നു കൂടപ്പിറപ്പ്, പിന്നെയും പ്രസംഗം കേൾക്കാതെ ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറാകുക. Dear child of God, how many times has the Lord told you from the word to come back and to repent? Do not ignore anymore, but repent, please. നമുക്കറിയാം പണ്ടൊക്കെ ഈ പായ്ക്കപ്പലുകളുണ്ട്. Back in those days, we used to have ships with sails. കാറ്റിന്റെ ഗതി മാറുന്നതനുസരിച്ച് ഈ പായ് മാറ്റിക്കൊണ്ടിരിക്കും, ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കും. As and how the direction of the wind changed, they shift the sails. അതനുസരിച്ച് മാറ്റിയാൽ മാത്രമേ ആ ലക്ഷ്യസ്ഥാനത്തെത്തത്തുള്ളൂ. Only if they change and adjust will they go to their destination. ഒരുത്തൻ വിചാരിക്കുകയാണ് എനിക്ക് രണ്ട് ദിശയിലൂടെ ഒരുപോലെ പോകണമെന്ന് വിചാരിച്ച് നടക്കുവോ? If someone decides I want to go in two directions at the same time, will that happen? പറ്റുമോ?
Is it possible? എനിക്ക് നിത്യതയും വേണം ലോകവും വേണമെന്ന് പറയാൻ നടക്കുവോ? I want eternal life as well as the world. Is that possible? എനിക്ക് അഭിഷേകം വേണം, ദൈവം വേണം, ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കണം. പക്ഷെങ്കിൽ ചില കാര്യങ്ങളാണ് അത് വിടാനും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല പ്രിയരെ, ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. If you're saying that I want eternal life, but I also want the pleasures of the world, is that possible? അത് നമുക്കെല്ലാം ഞായറാഴ്ച ഒരു പായുണ്ട്. ഞായറാഴ്ച ആകുമ്പോൾ ആ പായ എങ്ങോട്ട് വിടും? എല്ലാവരും സഭായോഗത്തിനോട്ട് വന്ന് കയറി പ്രാർത്ഥിച്ച് ഇവിടുന്ന് ആശീർവാദം പറഞ്ഞു കഴിയുമ്പോൾ ആ പാ തിരിച്ചു നേരെ ലോകത്തിലോട്ട് എൻജോയ്മെന്റ് എവിടെല്ലാം ആ കണക്റ്റഡ് ആയിരിക്കുന്നത്. We have a sale on a Sunday morning. As soon as the benediction is done, we shift it to the world and we go off. Praise the Lord. അവിടുന്ന് പകൽക്കാലം യോശുവ ജനത്തോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ തെരഞ്ഞെടുത്തു കൊള്ളണം ആരെ സേവിക്കുന്നു എന്നുള്ളത്. As Joshua said, decide today who you want to serve. ചെങ്കടല് കടന്നു, അപ്പം തിന്നു, മന്ന കഴിച്ചു, പാറയിന്ന് വെള്ളം കുടിച്ച് ഇവരങ്ങ് സുഖിച്ചു വരികയാ. പക്ഷെങ്കിൽ അത് കുമ്പിടുന്നതും ആരാധിക്കുന്നതും മറ്റൊരു വശത്ത്. അതുകൊണ്ട് യോശുവ പറഞ്ഞു, ഈ രണ്ടും കൂടെ പരിപാടിയില്ല, ഇന്ന് തെരഞ്ഞെടുക്കണം ആരെ വേണമെന്നുള്ളത്. They have seen the glory, they have seen the miracles, they have come from splitting the Red Sea, but they are serving someone else. Joshua said, you cannot do that. Make your decision today. യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബമോ ഞങ്ങളോ സേവിക്കും. നിങ്ങൾക്ക് വേണം ഇന്ന് തെരഞ്ഞെടുക്കണം. ഒന്നിൽ അക്കരെയുള്ള ദേവന്മാരെ വിളിച്ച്, ഇല്ലെങ്കിൽ എന്നോട് ചേർന്ന് യഹോവയെ സേവിക്ക്. ഇത് ഇന്ന് തീരുമാനമാകണമെന്ന്. Joshua said, me and my family, we will serve the Lord. And he told them, you can either serve the gods of the land or you can follow me. ഈ 10ാം മാസത്തിന്റെ പ്രാരംഭ സമയത്ത് ദൈവാലോചനയോട് പറയുകയാണ്, ചില ഡിസിഷൻ ഇന്ന് പകൽക്കാലം നീ ദൈവമായി എടുത്തേ മടങ്ങി പോകാവൂ. On the 10th month, I encourage you, you must take a decision today. Praise the Lord. Amen. അപ്പോൾ ഏലിയാവ് ചോദിക്കുകയാണ്, നിങ്ങൾ എത്രത്തോളം ഈ തോണിയിൽ കാലിയാവട്ടും? So Elijah is asking, how long will you have two opinions? ഒരു തീരുമാനം എടുക്കുക, ഒരു ചലഞ്ച് ആ ഡിസിഷൻ അകത്തുണ്ട്. There's a challenge in that decision. എന്താണ് ആ ചലഞ്ച് എന്ന് പറയുന്നത്? What is the challenge? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. If Jehovah is God, follow him. If Baal is God, follow him. Praise the Lord. അപ്പോൾ ഈ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത്, ഏറ്റവും ചേർന്ന്, അകലം വിടാതെ ചേർന്ന് ദൈവത്തെ അനുഗമിക്കുക. When you mean follow him, you should follow him closely without giving a gap, without giving any space. Follow God. അപ്പോൾ ഏലിയ ഒരു ഡിമാൻഡ് വെച്ചു, അംഗീകരിച്ചാ പോരാ, അനുഗമിക്കണം. Elijah said, not only acknowledge but follow. യേശുവിനെ വിശ്വസിക്കുന്നു, നമ്മളെല്ലാവരും കൈവെക്കും, വിശ്വസിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, അംഗീകാരമല്ല വേണ്ടത്, അനുഗമിക്കണം. It's not acknowledgement that God wants it, he wants you to follow him. അവ ഡിസിഷന്റെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, തീരുമാനം എടുക്കുമ്പോൾ ഇത് നിന്റെ ജീവിതത്തിൽ കാണണം. It's not the main crux of the decision is that you will follow, and that will be shown in your life. ഞാൻ ഈ ലോകത്തെ സ്നേഹിക്കുന്നില്ല, കർത്താവിനെ മാത്രം സ്നേഹിക്കുന്ന തീരുമാനമെടുത്താൽ ലോക സ്നേഹം പിന്നെ നിന്നെ കാണരുത്, നിന്നിൽ ആ ദൈവ സ്നേഹം പ്രകടമായി വെളിപ്പെട്ടു വരണം. When you have decided that I will no longer love the world, it should be seen in your life. ദോഷം വിട്ട് അകന്നു ഗുണം ചെയ്യുക. Leave away from the evil. ദോഷവും ഗുണം കൂടെ ചെയ്തിട്ട് കാര്യമില്ല. ദോഷവും ഗുണവും കൂടെ ചെയ്തിട്ട് കാര്യമില്ല. Good and evil cannot be combined. പറഞ്ഞത് മുറുക സകല ഭാരവും പിന്നെ മുറുകപ്പെട്ടുന്ന പാപവും വിട്ടിട്ട് വിശ്വാസനായിട്ട് പൂർത്തി വരുന്ന യേശുവിനെ പാപവും ഭാരവും വെച്ചോണ്ട് നോക്കിയിട്ട് കാര്യമില്ല. വിടേണ്ടതിനെ വിടണം, അകറ്റണം. ഈ തീരുമാനം എടുത്താൽ നിനക്ക് വിടുതലുണ്ട്, ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതായി തീരും. You should break loose what should be broken loose, and only then you will have complete deliverance. അപ്പോൾ ഇവിടുത്തെ ഡിസിഷന്റെ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, പിന്തുടരാൻ അംഗീകരിച്ചാൽ പോരാ, നീ അനുഗമിക്കണം. The challenge of the decision is not acknowledgement but to follow. നിന്റെ തീരുമാനം പ്രകടമായി വെളിപ്പെട്ടു വരണം. Your decision should be seen. നീ ഒരു ദൈവവൈതലാണെങ്കിൽ നീ ആയിരിക്കുന്ന മേഖലകളിൽ വെളിപ്പെട്ടു വരണം. നിന്നിലൂടെ, നീ പറയാതെ, നിന്റെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ നീ ദൈവത്തിന്റെ വകയാണെന്ന് വെളിപ്പെട്ടു വരണം. Your actions, your words should represent and show that you are the child of God.
Praise the Lord. Praise the ജോലി Lord. സ്ഥലത്താണേലും യൂണിവേഴ്സിറ്റിയിലാണേലും കോളേജിലാണേലും അവൻ മറ്റുള്ളവരെ നോക്കുമ്പോൾ നിന്നോട് സഹകരിക്കുമ്പോൾ അവര് പറയണം നീ സംതിങ് സ്പെഷ്യൽ ആണ്, നിന്റെ അകത്ത് ജീവിക്കുന്ന ദൈവം ഉണ്ടെന്ന് പറയണയായി തീരണം. Whether you're in the university or your job or your school, when people look at you, they should say that you're special and you're the child of God. യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിക്ക്. If Jehovah is God, follow him. ഇതുപോലെ എത്ര പേർക്ക് ഈ ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് കഴിയും? How many of you are willing to take up this challenge today? ചാലിയപ്പെട്ടാതെ നീ ദൈവമെന്ന് ഓർത്തുകൊണ്ട് അവനെ അനുഗമിപ്പാൻ തയ്യാറാകണം. Stop having two opinions and follow God. Praise the Lord. യേശു പറഞ്ഞു രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാനായിട്ട് കഴിയത്തില്ല. Jesus said you cannot follow two masters. അവൻ യഥാർത്ഥ വിശ്വാസത്തിന്റെ പ്രത്യേകത അതനുസരിച്ച് നീ ചലിക്കാൻ തുടങ്ങും, അതനുസരിച്ച് നീ മുൻപോട്ട് പോകാൻ തുടങ്ങും. True faith is when you recognize and follow according to the plan of God. Praise the Lord. അതുകൊണ്ട് ഈ രണ്ട് തീരുമാനങ്ങൾ ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത വിഷയങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വലയുന്നുണ്ടെങ്കിൽ ഇന്ന് പലക്കാൻ ദൈവസന്നിധിയിൽ നിന്റെ ആത്മവിഷയത്തിൽ ഒരു തീരുമാനം എടുക്കണം. എന്ത് വന്നാലും ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ കൂട്ടായ്മ മുടക്കത്തില്ല, ഞാൻ തിരുവെഴുത്ത് ധ്യാനിക്കും, എനിക്ക് വളരണം, എനിക്ക് കൃപ പ്രാപിക്കണം, എനിക്ക് എന്റെ ദൈവത്തെ സേവിക്കണം. നീ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാമെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മ മുദ്രയിടുവാനിടയായി തീരും. Those who have an unsteady mind, who are doubting, I encourage you today, pray and be and receive a steady mind from God. Praise the Lord. എന്നാൽ അവിടെ കണ്ട ഒരു സംഭവമുണ്ട്. ഈ ചലഞ്ച് അങ്ങോട്ട് വെച്ചപ്പോൾ 21 അടുത്ത വാക്യം വായിച്ച്, എന്നാൽ ജനം അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. But the people did not say any answer. ഒന്നുകൂടെ ശ്രദ്ധിച്ച്, ഒരു ചലഞ്ച് വെച്ചു. എന്താണ് വെച്ചത്? ഒരു ചെറിയ മയക്കം കയറി വരുന്നുണ്ട്, അതിനെ ഇറക്കി അങ്ങ് വിട്ടേക്കാണ്, ഞാൻ പെട്ടെന്ന് ഇരുന്നോളാം. ആമേൻ, സ്തോത്രം. ആമേൻ, ശ്രദ്ധിച്ചേ, എന്താണ്? ആരെങ്കിലും അവനെ അനുഗമിക്കും. ആമേൻ. എന്നിട്ട് എന്ത് ചെയ്തു? എന്നാൽ ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. ആമേൻ. MPസിലെ ദൈവമക്കളെ പോലെ ആമേൻ, സ്തോത്രം. എന്ത് ചെയ്തു? ഒരു മറുപടിയും, മൗനം. ഈ സൈലൻസ് ഭയങ്കര ദോഷമാണ് കേട്ടോ. Silence is a huge danger. ദൈവത്തോട് സൈലൻസ് കാണിക്കരുത്. Do not show silence to God. ആമേൻ, സ്തോത്രം. അവരെ എൻകറേജ് ചെയ്തൊരു ഡിസിഷൻ എടുക്കുവാനായിട്ട് He encouraged them to take a decision. അവർ ഒരു ആമീൻ പറഞ്ഞില്ല. They did not even say an amen. മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞില്ല. Did not say to repent. കൺഫെഷൻ പറഞ്ഞില്ല. They did not confess. അയ്യോ തെറ്റിപ്പോയി, ശരിയാണ്, അമീൻ സ്തോത്രം, ഞങ്ങൾക്ക് ദൈവത്തെ മതി, ബാലിനെ വേണ്ട എന്ന് പറയാൻ ഒരു വ്യക്തി തയ്യാറായില്ല. Not even one person was willing to say, oh, I was wrong, I served Baal, I want to serve God. അവന് യോശുവയുടെ പുസ്തകം നമ്മൾ മുമ്പേ വായിച്ചില്ലോ. അതിൻ്റെ യോശുവ 24-ന്റെ ഇതുപോലൊരു ചലഞ്ച് കൊടുത്തപ്പോൾ അവർ ചെയ്തത് എന്താ? 24:16 വായിച്ചേ. Joshua 24:15, when Joshua gave them an encouragement similar to this. അടുത്ത് അവര് റെസ്പോണ്ട് ചെയ്തു. അവരൊരിക്കലും സൈലന്റ് ആയിട്ടിരുന്നില്ല, മറുപടി പറയാൻ തുടങ്ങി. The people did not stay silent or quiet, they responded. അവർ പറയുകയാണ്, ആമേൻ, യഹോവ തന്നെ ഈ ദൈവം മതി, അന്യ ദൈവങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒരു ചലഞ്ച് കൊടുത്തപ്പോൾ അവർ ഏറ്റു പറഞ്ഞു. അവർ ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവം. 16-ാമത്തെ വാക്യം നോട്ടിട്ട്, 16-ാമത്തെ വാക്യം, അന്യ ദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ എന്ന് പറഞ്ഞ് അവരതിന് മറുപടി പറയുകയാണ്. They responded saying that God forbid that we should forsake the Lord and serve other gods. ഇന്ന് പകൽക്കാലം ഈ 2025 മതി. ജനുവരി മുതൽ ഈ 9 മാസം എത്രയോ തവണ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. In 2025 itself, from January to October, how many times God has spoken to you? നിങ്ങളുടെ മടങ്ങി വരവിന്, ശുദ്ധീകരണത്തിന്, മാനസാന്തരത്തിന്, നിങ്ങളുടെ പാപങ്ങളെ ഒക്കെ ഓർപ്പിച്ച് ദൈവാത്മാവ് ദൂത് പറഞ്ഞിട്ടില്ലേ? എത്ര പേര് ദൈവത്തോട് പ്രതികരിച്ചിട്ടുണ്ട്, എത്ര പേര് ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ട്. അയ്യോ, ആ പാപി ഞാനാണ്, എന്റെ കുറവാണ്, എനിക്ക് മടങ്ങി വരണം, എന്നെ യഥാസ്ഥാനത്താക്കണമെന്ന് മറുപടി പറഞ്ഞ എത്ര പേര് ഇതിന്റെ അകത്തുണ്ട്? How many of you in here
here have said, Lord, that person is me. Lord, restore me. God, I am repenting. How many of you have said that? അംശ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വിശുദ്ധീകരിപ്പാൻ, പണിയപ്പെടുവാൻ, മടക്കി വിളിക്കുവാൻ, ആത്മാവ് സ്നേഹത്തോടെ നിങ്ങളെ വിളിക്കുമ്പോൾ കുഞ്ഞെ നീ സൈലന്റ് ആയിട്ടിരിക്കരുത്. നിന്റെ സൈലൻസ് പലപ്പോഴും ആത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. Dear child of God, do not say stay silent when He's calling you back. God, do not hurt the Holy Spirit by saying silent. താൻ പ്രവാചകന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആ പാപി നീയാന്ന് പറഞ്ഞപ്പോൾ കവിണ് വീണിട്ട് അവൻ യഹോവേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പറഞ്ഞ് ദാവീദ് കരയാൻ തയ്യാറായപ്പോൾ നിന്റെ ആത്മാവിനെ എടുത്തു കളയരുത്, നിന്റെ സന്നിധിയിൽ തന്നെ നീക്കരുത് എന്ന് പറഞ്ഞ് ഈ സോപ്പ് കൊണ്ട് കഴുകണമെന്ന് പറഞ്ഞ് അവൻ പ്രതികരിച്ചപ്പോൾ അവന്റെ പാപത്തിന്റെ കുറ്റം ദൈവം ക്ഷമിച്ചു കൊടുക്കാനിടയായി തീർന്നു. When Nathan said to Abraham, that man is you, David was able to repent, fall on his knees, and because he did that, God was able to take away his sin. Hallelujah. അവൻ നിനവേ പട്ടണത്തോട് അവരുടെ പാപം വിളിച്ചു പറഞ്ഞപ്പോൾ അവർ രട്ടുടുത്ത് ഉപവസിച്ച് കരഞ്ഞ് ഏറ്റുപറയാൻ തയ്യാറായപ്പോൾ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വഴിമാറിപ്പോയി. When the people of Nineveh fell down and fasted on the sackcloth, God restored them. സൈലൻസുകൾ ബ്രേക്ക് ചെയ്യണം. Break your silences. നീ മൗനമായിട്ടിരിക്കരുത്. Do not stay silent. ദൈവത്തിന്റെ വചനത്തോട് നീ സംസാരിക്കണം. Respond to the word of God. ദൈവാത്മാവിനോട് നീ സംസാരിക്കണം. Talk to the Holy Spirit. അവസരം കിട്ടത്തില്ല. You will not get a chance all the time. ചാൻസ് കിട്ടണമെന്നില്ല. You will not get the opportunity all the time. അവസാനത്തുള്ള രക്തം കൊടുത്ത് നിന്നെ വിലക്ക് വാങ്ങിയതുകൊണ്ട് നീ തകരാൻ ആഗ്രഹിക്കുന്നില്ല, നീ ഒടയാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നുകൂടെ മടക്കി വരുത്തുകയാണ് ചില തീരുമാനങ്ങൾ നീ എടുത്തേ മതിയാകത്തുള്ളൂ. Because He has given you the last drop of blood, He wants you to come back. He does not want you to be broken and leave. ദൈവം സംസാരിക്കുമ്പോൾ തിരിച്ചു സംസാരിക്കാമോ? When God talks, respond. അതാണ് നിന്റെ വിടുതൽ എന്ന് പറയുന്നത്. That is the deliverance. ഒരു മനുഷ്യന്റെ ഡിസിഷൻ അറിയണ്ട. No man needs to know the decision. മുൻപിൽ ആരും പറയണ്ട. You do not have to say it to the pastor. You do not have to say it in the church. നിന്നെ പണിതെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മാവ് തിരിച്ചു വിളിക്കുമ്പോൾ അപ്പാ എന്നെ കൂടെ എന്റെ കരം പിടിക്കണമേ, എനിക്കൊരു ചേഞ്ച് വേണം, എന്നെ മടക്കി വരുത്തണമെന്ന് നീ ദൈവമായി ഇരിപ്പിടുന്ന സംസാരിച്ചാൽ ആര് ഭർത്താവ് അറിയാതെ, ഭാര്യ അറിയാതെ, പാസ്റ്റർ അറിയാതെ നിന്റെ ഇടിവുകളെ പണിത് നിന്നെ പരിഹരിപ്പാൻ കഴിയുന്ന ഒരു സ്നേഹ സമ്പന്നനായ കർത്താവിന്റെ ശബ്ദം ഇന്ന് പകൽക്കാലം ആലയത്തിൽ മുഴങ്ങുകയാണ്. ഒരു തീരുമാനമെടുക്കാൻ. Please respond to the Holy Spirit. You do not have to say it to your loved ones. You do not have to say it to the people that you love. But when God is calling you, please say, God, restore me. I am repenting. Hallelujah. കർമ്മേൽ മുഴങ്ങിയ, കർമ്മേൽ ഇറങ്ങിയ തീയുടെ ശക്തി കുറഞ്ഞിട്ടില്ല. ഇന്ന് പകൽക്കാലം അവൻ നിന്റെ മേൽ വീഴിപ്പാൻ ആ കർത്താവ് ശക്തനാണ്. ഒരു ഡിസിഷൻ നീ എടുക്കുവാൻ തയ്യാറാകുക. I encourage you to take a decision. The fire that came to Carmel, the God has not been shriveled in the name of Jesus. നീ സേവിക്കുന്ന ദൈവം ദൈവമാണെങ്കിൽ നീ അവനെ അനുഗമിക്കുക. If the God that you serve is the Lord, serve Him. ലോകത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, ലോകത്തിന്റെ സ്വാധീനങ്ങൾ അഴിയട്ടെ. The relationship with the world be broken in the name of Jesus. നീ സേവിക്കുന്ന ദൈവത്തിന്റെ മഹത്വം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടട്ടെ. Let the glory of the God you serve manifest in your home. നീ സേവിക്കുന്ന ദൈവത്തിന്റെ മഹത്വം നിന്റെ ജോലി മേഖലയിൽ വെളിപ്പെടട്ടെ. Let the glory of the God you serve be manifested in your job place. നീ സൈലന്റ് ആയിട്ട് ദൈവത്തോട് സംസാരിക്കും, ദൈവത്തോട് സംസാരിക്കും. അല്പസമയം ദൈവത്തോട് സംസാരിക്കുക. Talk to God, respond to God. Do not stay silent. Hallelujah, hallelujah. രണ്ട് തോണിയിലുള്ള നിന്റെ ജീവിത യാത്ര ഇന്ന് അവസാനിച്ച് നീ കർത്താവിനെ അനുഗമിക്കുക. Stop your life living on two opinions and follow God. ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമായി. It's time to take a decision. രണ്ട് തോണി കാലേ ഓട്ടരുത്. Enough of having your foot on two boats.
ഉഴപ്പ പരിപാടി നിർത്തണം. Enough with your sloppiness. നീ കർത്താവിനെ കളിപ്പിക്കരുത്. Do not cheat God. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. Your prayer should come back. ആമേൻ. നഷ്ടപ്പെട്ട 9 മാസം തിരിച്ചു വരത്തില്ല. The 9 months that has gone will not come back. ആമേൻ. നീ പ്രയോജനപ്പെടേണ്ട ദിവസമാണ് നഷ്ടപ്പെട്ടേ. The days that you should have been used have ആമേൻ. gone. ദൈവത്തിനെ ഉപയോഗിക്കേണ്ട കാലഘട്ടമാണ് നഷ്ടപ്പെട്ടേ. The times that God wanted to use you, you have lost ആമേൻ. it. കൃപ പ്രാപിക്കേണ്ട ദിവസങ്ങളാണ് നിന്നെ വിട്ടുപോയത്. The times when you have received grace has gone. ആമേൻ. ശത്രു വെല്ലുവിളിക്കാഞ്ഞിട്ടല്ലെന്ന്. Amen. ശത്രു വെല്ലുവിളിക്കാഞ്ഞിട്ടല്ല. It's not because the devil has not ആമേൻ. challenged. ശത്രു നിന്റെ നേരെ ദൃഷ്ടി വെക്കാഞ്ഞിട്ടല്ല. It's not because the devil had eyes on you. ആമേൻ. നിക്കട്ടെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിന്നെ നിർത്തിയിരിക്കുകയാ. മേലാൽ കഴിച്ചാലോ. And God has upholded you through all this time. അവൻ നിനക്ക് വേണ്ടി കരയുന്ന ചില കണ്ണുകൾ എവിടെയൊക്കെ ദൈവം നിർത്തിയത് കൊണ്ട് അനർത്ഥം വ്യസനകരമായി തീരാതെ നഷ്ടപ്പെട്ടു പോകാതെ ദൈവം നിർത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കണം. If God has upheld you, if God has brought you till here, take a decision today. വിട്ടുപോരുവീൻ. Come back. ആമേൻ. അവരുടെ ഇടയിൽ നിന്ന് വിട്ടുപോരുവീൻ. Leave from them and come back. ലോകത്തുള്ള എഗ്രിമെന്റ് ഇന്ന് അവസാനിക്കണം. Remove the contract from the world. ലോകത്തുള്ള കൂട്ടായ്മ അവസാനിക്കണമെന്ന്. Break the fellowship from the world. ആമേൻ. യേശുവിനെ വിടുതി മാറിയ മതിയാകത്തുള്ളൂ. Separate yourself with Jesus. പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ടെന്ന്. Holy Spirit wants to use you. ആമേൻ. ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ പദ്ധതിയുണ്ട്. God wants to talk to you. ആ കർമ്മേന്റെ മുകളിൽ വിളിച്ചതുപോലെ ഇന്ന് പകൽ ആത്മാവ് വിളിക്കുകയാണ്. God is calling you as He called from the mountain of Carmel. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire this? കർത്താവേ, ആ തീ എൻ്റെ മേൽ ഒന്ന് പകരണമേ. Please put that fire upon me. ആമേൻ. ഞാൻ അങ്ങയുടെ വകയാന്ന് വെളിപ്പെടുന്ന ഒരു തീ. Show that I am your portion. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് തെളിയിക്കുന്ന ഒരു ആത്മാവിന്റെ തീ. Prove that I am your portion. ആമേൻ. ശത്രുവിന് എൻ്റെ മേൽ അവകാശമില്ല എന്ന് തെളിയിക്കുന്ന ഒരു ആത്മാവിന്റെ തീ എൻ്റെ മേൽ കത്തിക്കണമേ. The fire that declares I am no longer of the devil, let it burn upon me. ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. Can you pray for a minute? കർമ്മൽ കത്തുന്ന യഹോവ തന്നെ ദൈവം തെളിയിച്ചാണെങ്കിൽ ഇന്ന് ഇവിടെ നിന്റെ അകത്ത് കത്തുന്ന തീ യഹോവ ദൈവമല്ല, നീ ദൈവത്തിന്റെ വകയാണെന്ന് തെളിയിപ്പാൻ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. If the fire upon Carmel was to show that He is the living God, today the fire that is burning on you is to show that you belong to God. ഒരു ഡിസിഷൻ ഇന്ന് പകൽക്കാലം എടുത്ത്. Take a decision today morning. ആമേൻ. എനിക്ക് കർത്താവിനെ മതി. I want my God. ലോകം എനിക്ക് വേണ്ട. I do not want the world. ആമേൻ. ലോകത്തിലെ ഒന്നും എനിക്ക് വേണ്ട. I do not want anything of the world. ആമേൻ. കർത്താവിന് വേണ്ടി എരിഞ്ഞു ശോഭിക്കണം. I want to glow for the glory of God. ഞാൻ മടങ്ങി വരുന്ന കർത്താവിനെന്ന് പറഞ്ഞു. Lord, I repent. നിന്റെ ആ സൈലൻസ് എല്ലാം ഒന്ന് ബ്രേക്ക് ചെയ്ത് Break your silence. ഒരു 1-2 മിനിറ്റ് ദൈവത്തോട് സംസാരിച്ച് Talk for a few moments with God. ഞാൻ മടങ്ങി വരികയാ. Lord, I'm repenting. ഞാൻ തീരുമാനമെടുക്കുകയാ. Lord, I'm taking a decision. എനിക്ക് നിന്നെ വിട്ടു പോകേണ്ട കർത്താവേ. I do not want to leave you. നിന്നെ പിരിയാത്ത ഒരു ബന്ധത്തിലോട്ട് എന്നെ മടക്കി വരുത്തണമേ. Bring me, restore me to a relationship എനിക്ക് with you. സ്നേഹിക്കണം. I want to love you, Lord. എനിക്ക് എങ്ങനെ ആരാധിക്കണം. I want to worship you. എവിടെയൊക്കെ ലോക ശക്തി എന്നെ കീഴടക്കുകയാണ്. There are places that the world is overpowering me. ഇന്നിപ്പോൾ സമ്പൂർണ്ണമായി എന്നെ സമർപ്പിക്കുക. But I submit myself completely to you. എന്നെ മടക്കി വരുത്തണമേ. Restore me, Lord. എന്നെ മടക്കി വരുത്തണമേ. Restore me, Father. പണ്ടത്തെ പോലൊരു നല്ല കാലത്തിലോട്ട് എന്നെ മടക്കി വരുത്തണമേ. Restore me to a good times of the old. എല്ലാവരും ആരാധിക്കുന്ന പോലെ എനിക്ക് ആത്മാവിൽ ആരാധിക്കണം. Help me to worship you like everybody else. എനിക്ക് ശുശ്രൂഷിക്കണം. I want to minister. എനിക്ക് കർത്താവിന് വേണ്ടി പുറപ്പെടണം. I want to go for God. എനിക്ക് ആത്മാക്കളെ നേടണം. I want to win souls for the എന്റെ world. താലന്ത് കുഴിച്ചിടാൻ കഴിയത്തില്ല I കർത്താവേ. cannot bury my talents നീ anymore. തന്നെ ആരോഗ്യം, നീ തന്നെ ആയുസ് എനിക്ക് പ്രയോജനപ്പെടുത്തണം. I want to utilize the health and the life you've given കർത്താവേ, me. എന്നെ മടക്കി വരുത്തണമേ. God, repent. Restore me, Lord. Oh Jesus. Hallelujah. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Shall we pray together? അവൻ അങ്ങനെ ആഗ്രഹിക്കുന്നവർ മാത്രം കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ. Those who desire it, please lift your hands up. സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. The church is going to pray together. 10ാം മാസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ മടക്കി വിളിക്കുകയാ. On the 10th month, God is calling you back.
ഹല്ലേലൂയ. Hallelujah. ഇരുതോണിയിലെ യാത്ര ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. Stop your life on 2 boats. നമ്മൾ ഒരുമിച്ച് കർത്താവോട് ചേർന്ന് യാത്ര ചെയ്യാൻ പോകുകയാണ്. And we're going to live a life with God. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, Heavenly loving Father, ഇന്ന് ഈ ജനത്തെ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. I bless the congregation in your name. ആമേൻ. സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾക്കായി സ്തോത്രം. I praise you for the lives that are being submitted. ചില സൈലൻസുകൾ ബ്രേക്ക് ചെയ്തതിനായി സ്തോത്രം. Let some silences be broken today. ആമേൻ. കർത്താവോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിനായി സ്തോത്രം. I thank you for the people who are talking to you, who are responding to you. ദൈവഹിതമല്ലാത്ത സകല കണക്ഷൻസുകൾ കട്ടാകട്ടെ. Every connection that is not your will be broken in the name of Jesus. അവരെ സ്വാധീനിക്കുന്ന വചനത്തിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന്, ദൈവകൃപയിൽ നിന്ന് അവരെ പുറമോട്ട് വലിക്കുന്ന സകല സ്വാധീനങ്ങളെ സഭയ്ക്ക് തന്ന അധികാരത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഈ ജനം ഫ്രീ ആകട്ടെ. Every influence that is drawing them to the world be broken upon the authority given by God on church in the name of Jesus. ഞങ്ങൾ അങ്ങയുടെ വകയാണ് തെളിയിക്കുന്ന ഒരാത്മാവിന്റെ തീ ദൈവസഭയ്ക്കകത്ത് കത്തിപ്പടരട്ടെ. Let a fire that proves that we are your portion be burnt upon the church. ഒരു അഭിഷേകം ഇതിനത്തിന് പകരണമേ. Let an anointing be poured upon the people. ഇതുവരെ അനുഭവിക്കാത്ത ആത്മനദിയുടെ ആഴത്തിൽ ഈ ജനം ഇറങ്ങട്ടെ കർത്താവേ. Let the people be drowned in a different level of your anointing. ഒരു ശക്തമായ ആത്മമണ്ഡലം തുറന്നു വരുവാൻ Let a different level of the Holy ആത്മാവിൽ കൽപ്പിക്കുകയോ. May a different level of the Holy Spirit be opened upon the church in the name of Jesus. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കണമേ. Make us ready for your coming, O Father ആരും Lord. നഷ്ടപ്പെട്ടു പോകരുത്. Let no one be lost. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. We thank you for hearing our prayer. അനുഗ്രഹിച്ചയക്കുന്നു. I bless them in the name of Jesus. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. Amen. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മ കാവലെ സൂക്ഷിപ്പ് പരിപാലനം നാം ഇവരോട് നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കൂടി നമ്മൾ നീക്കും കർത്താവിന്റെ വരി വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ